ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോണേ മെത്തേഡ് ഡിക്ലറേഷൻ ഓൺ കോളിംഗ്. മെത്തേഡുകൾ എഴുതുന്നത് എങ്ങനെ, അത് വിളിക്കുന്നത് എങ്ങനെ, അത് യൂസ് ചെയ്യുന്നത് എങ്ങനെ, അതിൻ്റെ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. പതിവ് പോലെ നമ്മൾ സോഴ്സ് പാക്കേജിൽ പോവുക. ഒരു പുതിയൊരു പാക്കേജ്, അത് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് PKG3 അതിൽ തന്നെ ചെയ്യാം, എന്നാലും ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. സോ ഇതിൽ രണ്ട് കാര്യങ്ങൾ ആദ്യമേ അങ്ങ് ആഡ് ചെയ്യുക. നമ്മൾ നോർമലി ചെയ്യാറുള്ളത് പോലെ ഫസ്റ്റ് ഒരു ജാവ ക്ലാസ്. ഓക്കെ, ജാവ ക്ലാസ്സിനൊരു യുവർ നെയിം പ്രിയ ഒരു നെയിം കൊടുത്തു. ദെൻ മെയിൻ ക്ലാസ് ആദ്യമേ അങ്ങ് ആഡ് ചെയ്ത് ക്ലിയർ ചെയ്യുക. അതൊരു ശീലമാക്കുന്നതാണ് എപ്പോഴും നല്ലത്. സോ മെയിൻ ക്ലാസ് മെയിൻ ക്ലാസ് അല്ലെങ്കിൽ M1 നോർമലി ഒരു മെയിൻ ക്ലാസ് കൊടുക്കുന്നു. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ക്ലിക്ക് ചെയ്യുന്നു, ഫിനിഷ്. സോ നമുക്ക് പഠിക്കേണ്ട രണ്ട് ക്ലാസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മൾ CPPയിൽ പറയാറുള്ള അല്ലെങ്കിൽ മറ്റിതിൽ പറയാറുള്ള ഫങ്ഷൻ എന്ന് പറയുന്നതിനെ ജാവയിൽ നമ്മൾ പറയുന്നതാണ് മെത്തേഡ്സ്. വേറെ പ്രത്യേകിച്ച് അത് ഡിക്ലെയർ ചെയ്യുന്നതിലോ ഡിഫൈൻ ചെയ്യുന്നതിലോ കോൾ ചെയ്യുന്നതിലോ യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, സോ ഞാനിപ്പോൾ ഇവിടെ അപ്പോൾ നമ്മൾ പറയുമ്പോൾ മെത്തേഡ് എന്ന് പറയുന്നു. സോ ഞാനിവിടെ മെത്തേഡ് ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് നമ്പറിൻ്റെ സം കാണുന്നതിനുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, ഒരു മെത്തേഡിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടൈപ്പാണ്. സോ രണ്ട് നമ്പർ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻറ്റിജർ നമ്പേഴ്സ്, ഇപ്പോൾ 2, 3 അതുപോലെയുള്ള ഇൻറ്റിജർ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ മെത്തേഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇൻറ്റിജർ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഔട്ട്പുട്ടും ഇൻറ്റിജർ തന്നെയാണ്. 2 + 3 നമ്മൾ ചെയ്താൽ 5. 5ൻ്റെ ടൈപ്പ് എന്താണോ അത് ഇൻറ്റിജർ തന്നെയാണ്. സോ ഈ മെത്തേഡ് പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഔട്ട്പുട്ടിൻ്റെ ടൈപ്പ് ഇൻറ്റിജറാണ്. സോ ആ മെത്തേഡിൻ്റെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് ആയിട്ട് കൊടുക്കുക. റിട്ടേൺ ടൈപ്പ് ഇൻറ്റാണ്, കാരണം ആ രണ്ട് നമ്പർ ആഡ് ചെയ്ത് ഉണ്ടാകുന്ന ഔട്ട്പുട്ടിൻ്റെ ടൈപ്പ് ഇൻറ്റാണ്. ഓക്കെ, ദെൻ മെത്തേഡ് നെയിം കൊടുക്കുമ്പോൾ ഫസ്റ്റ് ലെറ്റർ സ്മാൾ കൊടുക്കുക, ഫോളോഡ് ബൈ സെക്കൻഡ് ലെറ്റർ ക്യാപിറ്റൽ കൊടുക്കുക, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുക്കുക. സോ ഇതിന് പറയുന്ന പേരാണ് റിട്ടേൺ ടൈപ്പ്. ഇത് മെത്തേഡ് നെയിം. ഓക്കെ, ദെൻ വരുന്നതാണ് പാരാമീറ്റർ. ഇപ്പോൾ രണ്ട് നമ്പറിൻ്റെ സം കാണാനാണെങ്കിൽ രണ്ട് പാരാമീറ്റർ. അപ്പോൾ 2ഉം 3ഉം ആണ് പാസ്. അതുപോലെയുള്ള ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ അതും ഇൻറ്റാണ്. ഇൻറ്റ് A, ഇൻറ്റ് B. ഓക്കെ, സോ രണ്ട് നമ്പർ ആയതുകൊണ്ട് ഞാൻ രണ്ട് അത് സെപ്പറേറ്റായി കൊടുത്തേ പറ്റും. ഇൻറ്റ് A, B അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. ഫസ്റ്റ് നമ്പറിന് വേണ്ടിയിട്ട് ഇൻറ്റ് A, സെക്കൻഡ് നമ്പർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റ് B. സോ മൂന്ന് നമ്പർ ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് എഴുതിയേനെ, ഇൻറ്റ് C എന്ന് എഴുതിയേനെ. പക്ഷേ ഇവിടെ 3 നമ്പർ ഇല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് 2 നമ്പറാണ്. ഓക്കെ, ദെൻ മെത്തേഡിനൊരു ബോഡി ഉണ്ട്, കർലി ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ്. ഓക്കെ, മെത്തേഡ് ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എറർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എററാണ്. കാരണം ഇതിന് റിട്ടേൺസ് അവിടെ എഴുതിയിട്ടുണ്ട്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നമ്മളിതിൽ എഴുതണം. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ എന്താണോ ചെയ്യേണ്ടത് A + B സെമിക്കോളൻ, ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ നമ്മളൊരു മെത്തേഡ് രണ്ട് നമ്പറിൻ്റെ സം കാണുന്ന ഒരു മെത്തേഡ് എഴുതി കഴിഞ്ഞു. ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഈ ലോകത്തുള്ള ഏത് രണ്ട് ഡിജിറ്റിൻ്റെയും സം കാണാൻ പറ്റും. ഈ കാണുന്ന A ആണ് EA, ഈ കാണുന്ന B ആണ് EB. സോ ഇതിനെ പറയുന്ന പേര് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. ഇത് റിട്ടേൺ ടൈപ്പ്, ഇത് മെത്തേഡ് നെയിം, ഇത് പാരാമീറ്റർ എന്നും ടൈപ്പ് സിഗ്നേച്ചർ എന്നും ഒക്കെ പറയാറുണ്ട്. ഓക്കെ, സോ അത് ഡിപ്പെൻസ് ആണ്, നമ്പറുകളുടെ എണ്ണം അനുസരിച്ച് ഡിപ്പെൻസ് ആണ്. സോ ജാവ ക്ലാസ് ആണ് പ്രിയയ്ക്കുള്ളിൽ ഞാനൊരു മെത്തേഡ് എഴുതിയിരിക്കുകയാണ്. അതാണ് ഈ കാണുന്ന ഈ മെത്തേഡ്. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇപ്പോൾ ഈ ക്ലാസ്സിലുള്ള വേരിയബിൾ ആവട്ടെ അല്ലെങ്കിൽ മെത്തേഡ് ആവട്ടെ എന്തിനെ മെയിൻ ക്ലാസ്സിലേക്ക് ക്ഷണിക്കണമെങ്കിലും വി ഹാവ് ടു ക്രിയേറ്റ് എൻ ഒബ്ജക്റ്റ്. ഓക്കെ, സോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റ് ഏത് ക്ലാസ്സിലാണ് മെത്തേഡ് കിടക്കുന്നത്? പ്രിയ എന്ന ക്ലാസ് നെയിം ഉള്ള ക്ലാസ്സിലാണ് ഈ മെത്തേഡ് കിടക്കുന്നത്. സോ പ്രിയയുടെ ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പ്രിയ OB എന്തെങ്കിലും ഒരു വേരിയബിൾ നെയിം കൊടുക്കുക, ഈക്വൽ ടു ന്യൂ പ്രിയ. ഓക്കെ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി എനിക്ക് ആ വാല്യൂ അല്ലെ രണ്ട് നമ്പറിന്റെ സം കാണണമെങ്കിൽ SYSO കൺട്രോൾ സ്പേസ് സം ഈസ് ഈക്വൽ ടു അഗൈൻ പ്ലസ് നേരത്തെ കണ്ടു കാണും OB ആണ് പ്രിയ എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ്. സോ OB ഡോട്ട് ഗെറ്റ് സം മെത്തേഡ് ഇവിടെ വിസിബിൾ ആയിട്ടുണ്ട്. ഗെറ്റ് സം ഈ പ്രിയ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്തുള്ള ഇൻഡ് റിട്ടേൺ ടൈപ്പ് ആയിട്ടുള്ള കണ്ടില്ലേ, ഇൻഡ് റിട്ടേൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഗെറ്റ് സം. എൻറ്റർ. ഈ എയുടെയും ബിയുടെയും സ്ഥാനത്ത് ഏത് നമ്പറിന്റെ സമ്മാണോ കാണേണ്ടത് അത് കൊടുക്കുക. 2, 3. ദെൻ സിമ്പിൾ റൺ ഫയൽ ജാവ ആപ്ലിക്കേഷൻ റൺ. ഓക്കെ, റൺ ചെയ്തിരിക്കുകയാണ്. സോ
ഔട്ട്പുട്ട് ദ 5. ഇനി എനിക്ക് അടുത്ത തന്നെ വേറെ നമ്പർ വേണമെങ്കിൽ ഇവിടെ അത് മാറ്റുക 5 and 30. Again run Java application 35. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന് മെത്തേഡ് ഡിക്ലറേഷൻ എന്ന് നമ്മൾ പറയും. ഇതിന് കോളിംഗ്, മെത്തേഡ് കോൾ ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ വിളിച്ചത് OB ഡോട്ട് നെയിം എന്നൊക്കെ പറഞ്ഞതുപോലെ മെത്തേഡ് OB ഡോട്ട് ദി ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കുക. എന്താണോ ഈ കാണുന്ന ഈ പോർഷനാണ്, ഈ കാണുന്ന ഈ ബ്ലൂ സെലക്ഷനിൽ കിടക്കുന്ന ഈ പോർഷനാണ് ഇത്. ഇവിടെ സംഭവിക്കുന്നത് ഈ കാണുന്ന 5 നേരെ ട്രാവൽ ചെയ്ത് എവിടെ വരും? ഇവിടെ ഇതുവഴി ഇവിടെ എത്തും. ഓക്കെ, ദെൻ 30 സെക്കൻഡ് വാല്യൂ സെക്കൻഡ് പാരാമീറ്ററിലേക്ക് പോകും. സെക്കൻഡ് പാരാമീറ്ററിലെ ബിയിലേക്ക് എൻ്റർ ചെയ്ത് നേരെ അത് ഈ ബിയിലേക്ക് എത്തും. രണ്ടും കൂടെ സം ചെയ്യും, റിട്ടേൺ ഇൻറ്റിജർ, രണ്ടും കൂടെ ഇൻറ്റിജറാണ് റിട്ടേൺ ടൈം. സോ ഇത് നേരെ ഇതിലേക്ക് വന്ന് ഔട്ട്പുട്ട് നമുക്ക് എന്താണ് അത് അവിടെ തന്നെ പ്രിന്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് വേരിയബിളിലോട്ട് എഴുതണമെന്നൊന്നുമില്ല. ഇൻറ്റ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇൻറ്റ് സം ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ് എഴുതാം. ഇൻറ്റ് സം ഈക്വൽ ടു ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ എഴുതാം. ഈ സ്റ്റെപ്പ് ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ എഴുതിയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? ഈ സ്റ്റെപ്പ് വേണ്ട, പകരം എന്ത് ചെയ്താൽ മതി? സം ഈ വേരിയബിൾ എന്ന് വെച്ചാൽ അത് ഈ വേരിയബിളാണ്. സോ ഇത് റിസൾട്ട് ജനറേറ്റ് ചെയ്ത് സമ്മിലേക്ക് സേവ് ചെയ്യുന്നു, സം എന്ത് ചെയ്യുന്നു? പ്രിന്റ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇത് ചെയ്താലും തെറ്റില്ല, പക്ഷേ സ്റ്റെപ്പുകൾ കൂടുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് അങ്ങനെ ചെയ്തത്. ഓക്കെ, സോ ഇതാണ് ഒരു സിമ്പിൾ മെത്തേഡ് ഡിക്ലറേഷൻ ഓൺ കോളിംഗ്. ഓക്കെ, അപ്പം മാഡം ചെയ്യേണ്ടത് ഇതുപോലെയുള്ള കുറേ ഇപ്പം ക്ലാസ് ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് മെത്തേഡ്സ്. അതായത് ഈ ക്ലാസ്സിനകത്ത് നമുക്ക് വേറെ മെത്തേഡുകൾ എഴുതാം. ഇപ്പോൾ എനിക്ക് സബ്ട്രാക്ഷനുള്ള മെത്തേഡ് എഴുതണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ സെയിം മെത്തേഡിനെ തന്നെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ കോപ്പി ചെയ്തിട്ട് ഇതിനെ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഗെറ്റ് സം ഇനി എഴുതാൻ പറ്റില്ല, ഒരു മെത്തേഡ് ഒരിക്കലും എഴുതാം. അത് ഓവർലോഡിങ്ങിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിനെ എന്ത് ചെയ്യുക? ഈ മെത്തേഡ് നെയിം നമ്മൾ സബ്ട്രാക്ഷന് വേണ്ടി സബ് എന്നാക്കുന്നു. ഓക്കെ, അപ്പോൾ മെത്തേഡ് നെയിം ഇവിടെ ഡിഫറൻ്റ് ആണ്, പാരാമീറ്റർ സെയിം, അത് പ്രശ്നമല്ല, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ ഇത് ഗെറ്റ് സം ആണെങ്കിൽ ഇത് ഗെറ്റ് സബ് ആണ്. ഇവിടെ ഈ പ്ലസ് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? മൈനസ് കൊടുക്കണം. ഓക്കെ, ദെൻ അപ്പോൾ ഇനി നമുക്ക് എത്ര മെത്തേഡ് വേണോ നമുക്ക് ഈ ക്ലാസ്സിനുള്ളിൽ എഴുതാം, അതിൽ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല. സോ ഇതിനെ എങ്ങനെ കോൾ ചെയ്യും? സെയിം ഒബ്ജക്റ്റ് മതി. കാരണം ഇനി ആ ഗെറ്റ് സബിനെ കളിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒബ്ജക്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യണ്ട. ഈ ഒരു OB ഉപയോഗിച്ചുകൊണ്ട് എത്ര മെത്തേഡിനെ ഉണ്ടെങ്കിലും അതിനെ നമുക്ക് കോൾ ചെയ്യാം. സോ പ്രിയ എന്ന് പറയുന്ന ക്ലാസ്സിനകത്തുള്ള 2 ഡിഫറെൻറ്റ് മെത്തേഡുകളാണ് ഈ 2 മെത്തേഡുകൾ. ഇവരെ രണ്ടുപേരെയും വിളിക്കാൻ നമുക്ക് ഈ OB മതി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻറ്റ് സബ്ട്രാക്ഷൻ ഈക്വൽ ടു OB ഡോട്ട് ഗെറ്റ് സബ്ട്രാക്ഷൻ. പാരാമീറ്ററിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല, സബ് കൊടുക്കുക. എന്നിട്ട് അവിടെ 5 ഇഷ്ടമുള്ള വാല്യൂ 2 കൊടുക്കുക. എവരി സ്റ്റേറ്റ്മെന്റ് എൻഡ്സ് വിത്ത് സെമിക്കോളൻ. എന്നിട്ട് നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് സമയം ലാഭിക്കാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് പാടില്ല, സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സബാക്കുന്നു. ഈ വേരിയബിൾ മാറ്റുന്നു, പകരം ഈ സബ് SUB. ഓക്കെ, ഈ സബിനെ നമ്മൾ ഇതിലേക്ക് എഴുതും. ക്ലിയർ? എന്നിട്ട് അഗെയിൻ റൺ. ഓക്കെ, 35 then 3. ഇപ്പോൾ സപ്പോസ് ഇതിപ്പോൾ 5 മൈനസ് സെയിം എക്സ്പ്ലനേഷൻ തന്നെയാണ്. ഈ 5 നേരെ ഇതിലേക്ക് പോകുന്നു, 2 നേരെ ബിയിലേക്ക് വരുന്നു, രണ്ടും കൂടി ഇവിടെ വരുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. ഇൻറ്റിജർ ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ അത് റിട്ടേൺ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ തിരിച്ചു വരികയാണ്. ഇപ്പോൾ ഇവിടെ 20 ആണെങ്കിൽ അത് മൈനസ് ചേർത്തിട്ടുള്ള വാല്യൂ അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കറക്റ്റ് ഔട്ട്പുട്ട് അത് ഡിസ്പ്ലേ ചെയ്തോളും. ഓക്കെ, -15. ഓക്കെ, സോ ഇതാണ് സിമ്പിൾ മെത്തേഡ് ഡിക്ലറേഷൻ ഓൺ കോളിംഗ്. ഇത് ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഇത് ഒരു മെത്തേഡ് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്ത് അതിനെ നമ്മൾ കോൾ ചെയ്യുന്ന സ്റ്റെപ്പാണ്. സോ മാഡം ചെയ്യേണ്ടത് ഇതുപോലെയുള്ള കുറേ മെത്തേഡ്സുകൾ ഇതിനകത്ത് എഴുതുക. ഇപ്പോൾ ഏരിയ, സർക്കിളിൻ്റെ ഏരിയ, സർക്കംഫറൻസ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ, ക്യൂബിൻ്റെ വോളിയം, അതുപോലെയുള്ള അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ്. ഇപ്പം ഷേപ്പിൻ്റെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഷേപ്പ് എന്ന് പറയുമ്പോൾ റേഡിയസ് വരാം, ഹൈറ്റ് വരാം, അത് പോയിന്റ് വരും. അപ്പം വേണം ചെയ്യേണ്ടത് ഇവിടെ ഡബിൾ, ഇവിടെ ഡബിൾ, കാരണം പോയിന്റ് വേരിയബിൾസ് ഇൻറ്റിജേഴ്സ് തന്നെ ആയിരിക്കണമെന്നില്ലല്ലോ. സോ റിട്ടേൺ ടൈപ്പ് അവിടെ ഡബിൾ ആക്കി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഗെറ്റ് ഏരിയ ആണെങ്കിൽ ഏരിയ കൊടുക്കുക, ഇവിടെ ഡബിൾ. ബാക്കിയെല്ലാം 2πr² ആണെങ്കിൽ 2 × 3.14 × r × h ഉണ്ടെങ്കിൽ h, 2πr² ആണെങ്കിൽ 2 × 3.14 × r × r. അങ്ങനെയൊക്കെ എൻ്റെ പാരാമീറ്ററൊക്കെ കറക്റ്റായിട്ട് കൊടുത്ത് എഴുതുക.
അങ്ങനെ എഴുതുക. ഞാൻ അത് ഡൗട്ട് പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ അങ്ങനെ ഒരു മെത്തേഡ് എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം, അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, സോ ഈ മെത്തേഡ് ഡിക്ലറേഷൻ ആൻഡ് കോളിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ വേണം, പ്രാക്ടീസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു.